ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ തൊപ്പിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. റിപ്പോർട്ടർ ടിവിയിലാണ് വാർത്ത കണ്ടത്. വാർത്ത എങ്ങനെയാണ്? ലഹരി കേസുമായി ബന്ധപ്പെട്ട് തൊപ്പി എറണാകുളം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് വാർത്ത വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് വാർത്തയൊന്ന് കേട്ടു നോക്കാം. ക്രൈം സീൻ തുടരുന്നു. രാസലഹരി കേസിൽ യൂട്യൂബർ തൊപ്പി ഒളിവിൽ. മുൻകൂർ ജാമ്യം തേടി തൊപ്പി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേസിൽ ഉൾപ്പെട്ട 3 പെൺകുട്ടികളും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട്. വിവരങ്ങൾ ശ്യാം ദേവരാജ് നൽകും. ശ്യാം, ഏറെ യൂട്യൂബിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഈ തൊപ്പി. എന്തായാലും തൊപ്പി ഇപ്പോൾ ഒരു കേസിൽ ഒളിവിലാണ് എന്നുള്ളൊരു വിവരം ലഭിക്കുന്നു. ഇതിലിപ്പോൾ മുൻകൂർ ജാമ്യം തേടുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ കേസ്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണിത്. കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് തൊപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ നിന്നും പോലീസ് രാസലഹരി പിടികൂടിയത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് റെയ്ഡും തുടർന്ന് ഈ തമ്മനം ഗാന്ധി ജയന്തി റോഡിലെ കോച്ചേരി അപ്പാർട്ട്മെന്റിൽ റെയ്ഡ് നടത്തിയത്. തുടർന്ന് രാസലഹരി പിടികൂടിയത്. ഇത് മീഡിയം ക്വാണ്ടിറ്റി എന്ന അളവിലുള്ളതാണ് ഈ രാസലഹരി. തൊപ്പിയുടെ ഡ്രൈവറായിട്ടുള്ള ജാബറിൽ നിന്നും ആണ് ഈ രാസലഹരി പിടികൂടിയതെന്നാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം ഇത് ആദ്യം പാലാരിവട്ടം പോലീസ് കേസെടുത്തത് 3 പേരെയാണ് പ്രതി ചേർത്താണ് കേസെടുത്തത്. മുഹസിബ്, സുഹൈൽ, ജാബിർ, ഇവർ 3 പേരും തൊപ്പി എന്ന നിഹാദിന്റെ സുഹൃത്തുക്കളാണ്. മൊത്തം ആകെ ഈ കേസിൽ 8 പേരാണ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്നത്. ഇതിൽ 5 തൊപ്പി ഉൾപ്പെടെ നിഹാദ് ഉൾപ്പെടെ മറ്റ് 4 പേരാണ് മൊത്തം 4 പേരാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ഇന്നാണ് ജാമ്യാപേക്ഷ നൽകിയത്. ജാമ്യാപേക്ഷ നാളെ ഈ കോടതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുകയും ചെയ്യും. നിഹാദിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് രാസലഹരി പിടികൂടി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം NDPS നിയമത്തിന്റെ 22B വകുപ്പ് അനുസരിച്ചാണ് പാലാരിവട്ടം പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ശ്രുതി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആകെ ഈ കുറ്റകൃത്യത്തിൽ 8 പേർ, തൊപ്പി എന്ന നിഹാദ് ഉൾപ്പെടെ 8 പേർ പ്രതികളാണ് എന്നാണ്. 8 പേരാണ് ഇതിൽ പങ്കാളിത്തമുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പാലാരിവട്ടം പോലീസ് കേസെടുത്തത് 3 പേർക്കെതിരെയാണ്. ആ 3 പേർ എന്നത് മുഹസിബ്, സുഹൈൽ, ജാബിർ എന്നിവരാണ്. ഈ മറ്റ് 5 പേർക്കെതിരെ പോലീസ് നിലവിൽ ഇവരെ പ്രതി ചേർത്തിട്ടില്ല. തൊപ്പി ഉൾപ്പെടെ നിഹാദ് ഉൾപ്പെടെയുള്ള 5 പേരെ പ്രതി ചേർത്തിട്ടില്ല. ഈ നിഹാദിന്റെ വീട്ടിൽ, തമ്മനത്തെ വീട്ടിൽ ഈ രാസലഹരി ഉപയോഗിച്ചത് പെൺകുട്ടികൾ ഉൾപ്പെടെ 3 യുവതികൾ ഉൾപ്പെടെയുള്ളവരായിരുന്നു അന്നത്തെ ദിവസം രാസലഹരി ഉപയോഗിച്ചതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ പ്രത്യേക സംഘം തൊപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും തുടർന്ന് ഈ രാസലഹരി അടക്കം കണ്ടെത്തുകയും ചെയ്തത്. MDMA ആണ് കണ്ടെത്തിയത്.